നവീൻ ബാബുവിന്റേത് കൊലപാതകമെന്ന കുടുംബത്തിന്റെ പരാതി തള്ളി പ്രത്യേക അന്വേഷണ സംഘം. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയെന്ന കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകത്തിനുള്ള ഒരു തെളിവും കണ്ടെത്താൻ അന്വേഷണത്തിൽ കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ വാദം തള്ളുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കഴുത്തിൽ കയർ കുരുക്കിയാണ് മരണം. കോടതി നിർദ്ദേശപ്രകാരം മരണത്തിൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടന്നു. ഇൻക്വസ്റ്റ് സമയത്ത് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തത്തിന്റെ പാട് കണ്ടെത്തിയിരുന്നു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആത്മഹത്യയിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണമാണ്. ഇതിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ടും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെന്ന സൂചനയാണ് നൽകിയത്. ഒരു അസ്വാഭാവികതയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ല. ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പ്രസംഗം മാനസികമായി തളർത്തിയതോടെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. യാത്രയപ്പ് ചടങ്ങിന് ശേഷം ക്വാർട്ടേഴ്സിൽ എത്തി. വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ മുനീശ്വരൻ കോവിലിന് സമീപം വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ഇതടക്കം ലഭ്യമായ എല്ലാ CCTV ദൃശ്യങ്ങളുടെ വിവരങ്ങളും കുറ്റപത്രത്തിൽ ഉള്ളതായാണ് അറിയുന്നത്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും അതുകൊണ്ടുതന്നെ CBI കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അന്വേഷണത്തിൽ പാകപ്പിഴവുകൾ ഇല്ലെന്ന് കണ്ട് ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ കൂടി കിട്ടുന്നതോടെ CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ച് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.